ശോചനീയാവസ്ഥയിലും ബലക്ഷയത്തിലുമുള്ള ചേർപ്പ് കമ്മ്യൂണിറ്റി ഹാളിന്റെ അറ്റകുറ്റപ്പണിയിലൂടെ ലക്ഷങ്ങളുടെ അഴിമതി നടത്താൻ ഭരണസമിതി ശ്രമിക്കുന്നുവെന്നാരോപിച്ച് ബിജെപിയുടെ പ്രതിഷേധം. ബിജെപി ചേർപ്പ് പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ ധർണ നടത്തിയത്. ബിജെപി എറണാകുളം മേഖലാ ജനറൽ സെക്രട്ടറി സേവിൻ പള്ളത്ത പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. ഒന്നാമതായി പറയുവാനുള്ളത്, അഴിമതി എന്നാൽ ഒരമ്മ പെറ്റ ഇരട്ട മക്കളെ പോലെയാണ് അഴിമതിയും കോൺഗ്രസും. ഈ കാലം അത്രയും ഈ രാജ്യം, ഈ നാട് കട്ടുമുട്ടിച്ച പാരമ്പര്യം പേറുന്ന കോൺഗ്രസാണ് ഈ ചേർപ്പ് പഞ്ചായത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഇന്ന് നമുക്ക് പിൻഭാഗത്തായിട്ട് കാണുന്ന ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ കമ്മ്യൂണിറ്റി ഹാളിനേക്കാൾ പരിതാപകരമായി വരുന്ന ആളുകളിൽ അധപ്പതിക്കാൻ പോകുന്ന ഈ പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ഭരണസമിതി ഈ കമ്മ്യൂണിറ്റി ഹാളിന്റെ പേരിൽ ഇനിയും ഈ നാട് കട്ടുമുടിക്കാമെന്ന മോഹമാണെങ്കിൽ അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം നടത്തുവാൻ തയ്യാറായ, അതായത് ഇന്നലെ ഹരിപ്രസാദ് സൂചിപ്പിച്ച പോലെ ഇരുട്ടിന്റെ മറവിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ സ്വകാര്യമായി ഇത്തരത്തിലൊരു പഞ്ചായത്ത് മീറ്റിംഗ് നടത്തിക്കൊണ്ട് ഈ ചേർപ്പിനെ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രണം നടപ്പിലാക്കുവാനുള്ള കോൺഗ്രസുകാരന്റെ നെറികെട്ട പരിപാടിയെ കണ്ടെത്തിക്കൊണ്ട് ഈ നാടിന് വേണ്ടി അത് ചെറുത്തു തോൽപ്പിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വന്ന ചേർപ്പിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരഭടന്മാരെ മുക്തകണ്ഠം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിന് വേണ്ടി അഭിനന്ദിക്കുവാൻ ഈ സാഹചര്യം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഇടിഞ്ഞു വീഴാറായ കമ്മ്യൂണിറ്റി ഹാളിന്റെ അറ്റകുറ്റപ്പണിക്കായി ലക്ഷങ്ങൾ ചെലവഴിക്കുന്നത് അഴിമതിക്കായി മാത്രമാണെന്ന് സേവിൻ പള്ളത്ത് ആരോപിച്ചു. ശോചനീയാവസ്ഥയിലായ ഹാൾ പൂർണ്ണമായും പൊളിച്ചു പണിയുക മാത്രമാണ് അംഗീകരിക്കാനാവുക എന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതിയുടെ ഈ നീക്കത്തിൽ പ്രതിഷേധിച്ച് വാർഡ് മെമ്പർമാരായ പ്രിയലത പ്രസാദ്, ശ്രുതി വിജിൽ, അമ്പിളി എന്നിവർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചു. കമ്മ്യൂണിറ്റി ഹാളിന്റെ ഇന്നത്തെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കി കണ്ട് ബോധ്യപ്പെടാവുന്നതാണ്. ഒരുപാട് വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ഈ കമ്മ്യൂണിറ്റി ഹാള് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന തലത്തിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള ശ്രമവും നാളിതുവരെ നടത്താതെ ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിൽ നിൽക്കുന്ന വാർക്ക ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു വീഴുന്ന, അതുപോലെ തന്നെ കാട് കയറി നശിച്ച് എല്ലാ ചുമരും വളരെ മോശം അവസ്ഥയിൽ നിൽക്കുന്ന, ഇപ്പോഴോ കുറച്ച് കഴിഞ്ഞിട്ടോ ഇടിഞ്ഞു വീഴാമെന്ന് ആ നിലയിൽ നിൽക്കുന്ന, ചോർച്ചയില്ലാത്ത ഒരു ഭാഗം പോലുമില്ലാത്ത, കൃത്യമായിട്ടുള്ള ഒരു ശുചിമുറിയോ ഒരു ഗ്രീൻ റൂമോ ഇല്ലാത്ത, ഒട്ടും തന്നെ ഉപയോഗപ്രദമല്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഈ കമ്മ്യൂണിറ്റി ഹാളിനെ വീണ്ടും അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ എന്നുള്ള പേരിൽ ലക്ഷങ്ങൾ വീണ്ടും വകയിരുത്തി അതിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുവാനുള്ള ഒരു ഗൂഢശ്രമമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്.